നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ബ്രേക്കിംഗ് വീണ്ടും ബ്രേക്കിംഗ് അലാറം. ഈ വാർത്താ പ്രഭാതത്തിൽ അടുത്ത ബ്രേക്കിംഗ് അലാറവുമായി നമുക്കൊപ്പം നിൽക്കുന്നത് അഷ്കർ അലി കരിമ്പയാണ്. എന്തോ സമസ്തയും ലീഗുമായി സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അഷ്കറിനോട് ചോദിക്കാം. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. എന്താണ് ഇന്നത്തെ ബ്രേക്കിംഗ്? അരുൺ, ഗുഡ് മോർണിംഗ്. സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഈ സമസ്ത വിഭാഗീയത അല്ലെങ്കിൽ സമസ്ത ലീഗുമായുള്ള തർക്കമൊക്കെ ഒരു പ്രത്യക്ഷ പരസ്യ പോരിലേക്ക് വന്നത് കഴിഞ്ഞ ജാമ്യ സമ്മേളനത്തോടെയായിരുന്നു. സമസ്ത നേരിട്ട് നടത്തുന്ന പെരിന്തൽമണ്ണയിലുള്ള സ്ഥാപനമാണ് ഈ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ കോളേജ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും അതിൻ്റെ വാർഷിക പരിപാടികൾ നടത്താറുമുണ്ട്. കഴിഞ്ഞ വർഷം ആ വാർഷിക പരിപാടിയിൽ നിന്നും സമസ്തയിലെ ലീഗ് നേതൃത്വമായി അടഞ്ഞു നിൽക്കുന്ന ലീഗ് വിരുദ്ധരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത്, ആ യുവ നേതാക്കളെ തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. സമാനമായ സംഭവം ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഏറ്റവും വലിയ വാർത്തയും. ഇന്ന് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60-ാം സന്നദ്ധാന 62-ാം വാർഷിക സമ്മേളനം നടക്കാൻ പോവുകയാണ്. പക്ഷേ ഈ സമ്മേളനത്തിലൊന്നും തന്നെ സമസ്തയുടെ വിവിധ കീഴ്ഘടകങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള സംസ്ഥാന മുഷാവറംഗങ്ങളായിട്ടുള്ള ഈ ആളുകളിൽ പലരും ഇത്തവണ ലിസ്റ്റിലില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ തുടർച്ചയായി വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തിരുന്ന അവിടുത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത്തവണയും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. ഈ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള കേന്ദ്ര മുഷാവറും കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കമാണ്. അതുപോലെ തന്നെ അബ്ദുസ്സലാം ബാക്കവി, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉൾപ്പെടെയുള്ള സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതേപോലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉൾപ്പെടെയുള്ള ഒരു നേതൃനിരയെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ നേതൃനിരയ്ക്കുള്ള ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ലീഗ് നേതൃത്വമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളാണ്. ഈ നേതാക്കളെയൊക്കെ തന്നെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ നേതൃത്വം നടത്തുന്ന സ്ഥാപനത്തിന്റെ പരിപാടിയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തഴയലിനെതിരെ ഇപ്പോൾ തന്നെ സമസ്തക്കകത്ത് വലിയ തോതിൽ വിഭാഗിത ശക്തമായിട്ടുള്ള ശബ്ദം ശക്തമായി ഉയരുകയും ചെയ്യുന്നു. നേരത്തെ സമസ്തയിലെ ഭിന്നത പരിഹരിക്കാൻ സമസ്തയുടെ നേതാക്കളും ലീഗ് നേതാക്കളും ഒരുമിച്ചിരുത്തി സമവായ ചർച്ചയൊക്കെ നടത്തിയതാണ്. ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് ഇരു നേതാക്കളും പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ജാമ്യ സമ്മേളനം എത്തുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ സമാന സംഭവം തന്നെ ആവർത്തിക്കപ്പെടുന്നു. സമസ്തയിൽ നിന്നും ലീഗ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും തഴയപ്പെട്ടിരിക്കുന്നതാണ് ചിത്രം. അതേസമയം തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ നേതാക്കളും വലിയ തോതിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പരിപാടിയെ ലീഗ് നേതാക്കൾ കൈയടക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ കൂടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. താങ്ക് യു അഷ്കർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വെട്ടലും തിരുത്തലും കുത്തുമൊക്കെയായിട്ട് ഇപ്പോൾ സമസ്തയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ വെട്ടിയിരിക്കുന്നത്. ജാമിയ സമ്മേളനത്തിലെ സ്ഥിരം പ്രഭാഷകരെയാണ് ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി അഷ്കർ പറയുന്നത്. ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ ഉമർ ഫൈസി മുക്കം, അബ്ദുസ്സലാം ബാഖ്വി, ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മുണ്ടുപാറ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവരെയാണ് ഒഴിവാക്കിയത്. ഇവരെല്ലാം ലീഗ് വിരുദ്ധരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ കഴിഞ്ഞ വർഷവും ഒരു വിഭാഗം നേതാക്കളെ തടഞ്ഞത് വലിയ വിവാദമായിരുന്നു.